എക്സാമുകൾക്ക് വേണ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് സയൻസ് ആൻഡ് ടെക്നോളജി. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ശാസ്ത്രജ്ഞരെ കുറിച്ച് മനസ്സിലാക്കാം. ആദ്യം നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് CV രാമനെ കുറിച്ചാണ്. അദ്ദേഹത്തെ കുറിച്ച് മനസ്സിലാക്കാം. ഫിസിക്സിൽ നൊബേൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യക്കാരനും ആദ്യത്തെ ഇന്ത്യക്കാരനും CV രാമൻ. 1930 അദ്ദേഹത്തിന് ഫിസിക്സിൽ നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. അത്തരത്തിൽ നൊബേൽ സമ്മാനം ലഭിക്കുന്ന ആദ്യത്തെ ഏഷ്യക്കാരനും ആദ്യത്തെ ഇന്ത്യക്കാരനും CV രാമനാണ്. ഇനി അദ്ദേഹത്തിന് രാമൻ പ്രഭാം എന്ന് പറയുന്ന കണ്ടുപിടുത്തത്തിനാണ് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. ഭൗതികശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിക്കുന്നത് രാമൻ പ്രഭാം എന്ന കണ്ടുപിടുത്തത്തിനാണ്. ഇനി അദ്ദേഹത്തെ കുറിച്ച് അല്പകാര്യം മനസ്സിലാക്കാം. 1888 തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലാണ് അദ്ദേഹം ജനിക്കുന്നത്. ഇനി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരുടെ ഡയറക്ടർ ആയിരുന്നു CV രാമൻ. അപ്പൊ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസിന്റെ ആദ്യ ഇന്ത്യക്കാരുടെ ഡയറക്ടർ ആയിരുന്നു CV രാമനായിരുന്നു. ഇനി അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുകയുണ്ടായി. അത് 1954 അദ്ദേഹത്തിന് ഭാരതരത്നം ലഭിക്കുന്നത്. ഇനി അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ രാമൻ ഇഫക്ട് അല്ലെങ്കിൽ രാമൻ പ്രഭാവം എന്ന് പറയുന്നത് എന്താണ്? ദ്രാവകങ്ങളെ പ്രകാശത്തിന് വിസരണം ബന്ധപ്പെട്ട പ്രതിഭാസമാണ്. ദ്രാവകങ്ങളെ പ്രകാശത്തിന് വിസരണം ബന്ധപ്പെട്ട പ്രതിഭാസമാണ് രാമൻ പ്രഭാവം അല്ലെങ്കിൽ രാമൻ ഇഫക്ട് എന്ന് മനസ്സിലാക്കി വെക്കാം. ഇനി രാമൻ പ്രഭാവം പ്രസിദ്ധീകരിക്കപ്പെട്ടത് 1928 ഫെബ്രുവരി 28-നാണ്. അതുകൊണ്ട് ഇതിന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നു. രാമൻ പ്രഭാവം എന്നാണ് പ്രസിദ്ധപ്പെടുത്തിയത് 1928 ഫെബ്രുവരി 28-നാണ്. ഇതിന്റെ സ്മരണാർത്ഥം എല്ലാ വർഷവും ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായി ആചരിക്കുന്നു. ഇനി അതുപോലെ തന്നെ 1970 നവംബറിൽ അദ്ദേഹം അന്തരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തിരിക്കുന്ന രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ്. ഇനി രാമൻ ഇഫക്ട് കണ്ടുപിടിക്കാൻ അദ്ദേഹത്തിന് സഹായിച്ച ഒരു പ്രമുഖനുണ്ട്. അദ്ദേഹത്തിന്റെ പേരാണ് KS കൃഷ്ണൻ.